ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കുക്കുംബർ സാലഡാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സാലഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളമുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് ഇത് ഇടുകയാണ്. ഇത് വേകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടുന്നത് കുക്കുംബറാണ്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കനം കുറച്ച് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അധികം വിളയാത്ത കുക്കുംബറാണ് സാലഡ് ഉണ്ടാക്കാൻ നല്ലത്. അരിഞ്ഞെടുത്ത കുക്കുംബർ ഒരു പാത്രത്തിലേക്ക് ഇടാം. 3 കുക്കുംബറും കൂടി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം 3 കപ്പ് ഉണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞു. സ്റ്റീം മുഴുവൻ പോയതിന് ശേഷം ഇത് തുറക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഈ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വേവിച്ച ചിക്കൻ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബർ ഒന്ന് നോക്കാം. ഉപ്പിട്ട് വെച്ചതുകൊണ്ട് കുക്കുംബറിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലെ വെള്ളം മുഴുവൻ ഇങ്ങ് പോരും. ഉപ്പിട്ട് വെച്ചപ്പോൾ തന്നെ ഇതൊന്ന് വാടിയതുപോലെയായി. അതുകൊണ്ട് തന്നെ നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ മുറിഞ്ഞൊന്നും പോകില്ല. വെള്ളം പിഴിഞ്ഞെടുത്ത കുക്കുംബർ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഈ കുക്കുംബറിൻ്റെ ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ കളയാം. കുക്കുംബർ മുഴുവൻ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇടാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹങ്കേർഡാണ് ചേർക്കുന്നത്. ഹങ്കേർഡ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരരിപ്പയിൽ തൈര് ഒഴിച്ച് 1 മണിക്കൂർ വെച്ചിരുന്നാലും നമുക്ക് ഈ ഒരു പരുവത്തിലുള്ള തൈര് കിട്ടും. ഇനി നമുക്ക് വേണ്ടുന്നത് ക്രീം ചീസാണ്. 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് കൂടി ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർക്കാം. അര ടേബിൾ സ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി വേണ്ടുന്നത് വെളുത്ത എള്ളാണ്. 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുക്കുംബറിലെ വെള്ളം കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് വെള്ളം പോലെ ആയി പോകും. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിനി നമുക്ക് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സാലഡ് തനിയെ കഴിക്കാനാണ് നല്ലത്. ഇത് നമുക്ക് ബ്രെഡിൻ്റെയോ ചപ്പാത്തിയുടെയോ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു.